അപ്പോസ്തലന്മാർ അടിസ്ഥാനക്കല്ലുകൾ. അപ്പോസ്തലர்கள் അസ്ഥിവാര കற்கள். നിങ്ങൾ കൂടി നിൽക്കുന്ന സഭയിൽ അപ്പോസ്തലന്മാരുണ്ടോ? நீங்கள் கூடுகிறதான சபையிலே அப்போஸ்தலர் இருக்கிறார்களா? പ്രിയ സഹോദരി സഹോദരന്മാർ, அருமையான சகோதர சகோதரிகளே, ആദ്യ നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭ, முதலாம் நூற்றாண்டிலே தேவனுடைய சபை അപ്പോസ്തോലിക സഭയായിരുന്നു. அப்போஸ்தலருடைய சபையாயிருந்தது. അപ്പോസ്തോലന്മാരാലായിരുന്നു നടത്തപ്പെട്ടുകൊണ്ടിരുന്നത്. அவர்கள் அப்போஸ்தலரால் நடத்தப்பட்டு கொண்டிருந்தார்கள். 2:42 വാക്യത്തിലേക്ക് വരുമ്പോൾ அப்போஸ்தல நடவடிக்கைகள் 2:42 അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. அவர்கள் அப்போஸ்தலருடைய உபதேசத்திலும் അപ്പം നുറുക്കിയും அப்பம் பிட்குதலிலும் കൂട്ടായ്മ ആചരിച്ചും അന്യോന്യത്തിലും പ്രാർത്ഥന കഴിച്ചും ജപം പണ്ണതിലും ഉறுதிയായി സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇയക്കായി കേൾപ്പീர்கள், എന്താണ് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന് നിർബന്ധം? അത് എന്നെ അപ്പോസ്തലരുടെ ഉപദേശം தான் കേൾக்க வேண்டும் കട്ടായമാ? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് പ്രത്യേകതയുണ്ട്. അതിനുடைய ഒരു മേന്മ இருக்கிறது. കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ആണ്ടവരായ യേശു ഉലകത്തിൽ വന്നപ്പോൾ സകലത് ഉപമകളായിട്ട് അവൻ പ്രസ്താവിച്ചു. എല്ലാ കാര്യത്തും ഉപമകളായി എടുത്തു சொன்னார். യേശുവിന്റെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു. യേശുവിൻ അപ്പോസ്തലർ അവർ അരുகாமையில் வந்து கேட்டார்கள், കർത്താവേ, നീ എന്താ സകലത് ഉപമകളായിട്ട് പ്രസ്താവിക്കുന്നു? ആണ്ടവരേ, നീർ എല്ലാവற்றையும் ഉപമകളായി சொல்லுகிறீரே. യേശു ഇപ്രകാരം മറുപടി പറഞ്ഞു. യേശു വിധം சொன்னார், സ്വർഗ്ഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ, പരലോക രാജ്യത്തിൻ രഹസ്യങ്ങൾ അറിയപ്പെടും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. உங்களுக்கு அருளப்பட்டிருக்கிறது. അവർക്കോ അത് ലഭിച്ചിട്ടില്ല. அவர்களுக்கும் அப்படி கிடைக்கவில்லை. സ്വർഗ്ഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ അപ്പോസ്തലന്മാർക്ക് വരം ലഭിച്ചിട്ടുണ്ട്. പരലോക രാജ്യത്തിൻ രഹസ്യങ്ങളെ അറിയുമ്പടി അപ്പോസ്തലർക്ക് தான் വരം கிடைத்திருக்கிறது. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ആകവേதான் എഫേസ്യ നിരുപത്തിൽ പരിശുദ്ധ പൗൽ சொல்லுகிறார், പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം, പൂർവ കാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നതാണ് മർമ്മം, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു വന്നതുപോലെ இப்பொழுது பரிசுத்த ஆவியானவராலே பரிசுத்த அப்போஸ்தலருக்கு வெளிப்பட்டிருக்கிறது போல പൂർവകാലങ്ങളിൽ അത് അറിവായി വന്നിരുന്നില്ല. കാലങ്ങളിലെ മനുപുത്രർക്ക് അറിവിക്കപ്പെടവിல்லை. എന്താണ് അപ്പോസ്തല ഉപദേശത്തിന്റെ ശ്രേഷ്ഠത? என்ன அப்போஸ்தல ഉപദേശത്തിൻ മേന്മ? ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവർക്കറിയാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. தேவனுடைய ராஜ்யத்தின் ரகசியங்கள் அவர்களுக்கு தான் ஒப்புவிக்கப்பட்டிருக்கிறது. സ്വാഭാവികമായിട്ടും ചോദിക്കുക, ആരാണ് അപ്പോസ്തലൻ? அப்ப நீங்கள் கேட்கலாம், யார் இந்த அப்போஸ்தலர்கள்? എല്ലാവരും അപ്പോസ്തലന്മാരായിട്ട് നടക്കുകയാണ്. இன்றைக்கு பலரும் அப்போஸ்தலர் என்று சொல்லி நடக்கிறார்கள். കാണുന്നവരെല്ലാം അപ്പോസ്തലന്മാർ, பார்க்கிறவரெல்லாம் அப்போஸ்தலர். ഒന്നാം നൂറ്റാണ്ടിലെ എഫെസോസ് സഭയിൽ അങ്ങനെ നടക്കുന്ന ചിലരുണ്ടായിരുന്നു. அப்படிதான் சிலரும் எபேசு சபையில முதலாம் நூற்றாண்டில் இருந்தார்கள். അവിടുത്തെ വിശ്വാസികൾ നല്ല മിടുക്കന്മാരായിരുന്നു. ஆனால் அங்கிருந்த விசுவாசிகள் நல்ல அறிவுள்ளவர்கள். അവരവരെ പരീക്ഷിച്ചു നോക്കി. அவர்கள் சோதித்து பார்த்தார்கள், ഇവർ അപ്പോസ്തലന്മാരാണോ? இவர்கள் உண்மையான அப்போஸ்தலர் தானா? മനസ്സിലവർ കള്ള അപ്പോസ്തലന്മാരാണ്. அவர்கள் கள்ள அப்போஸ்தலர் என்று விளங்கிக் கொண்டார்கள். നിങ്ങളെ തിരിച്ചറിഞ്ഞ നന്നായി. நீங்கள் ഇത് சரியாய் പകുത്തറിந்தது നன்று. ആരാണ് അപ്പോസ്തലൻ? யார் அப்போஸ்தலர்? ഒരിക്കലേ ഒരാളോട് ചോദിച്ചു, ஒருவர் ஒருவிடத்தில் கேட்டார், അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? அப்போஸ்தலன் என்ற வார்த்தையின் அர்த்தம் என்ன? പുള്ളി പറഞ്ഞു, ஒருவர் சொன்னார், അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ. அப்போ அந்த இடத்துல இருக்கிறவன் அப்போஸ்தலன். അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ. அந்த இடத்தில் இருக்கிறவன் அப்போஸ்தலன். അപ്പോൾ സ്ഥലത്തുള്ളവനല്ല അപ്പോസ്തലൻ. അപ്പോൾ அந்த സ്ഥലத்தில் இருக்கிறவன் அல்ல அப்போஸ்தலன். അപ്പോസ്തലൻ ആരാണ്? அப்போஸ்தலன் யார்? അപ്പോസ്തലൻ എന്ന് വെച്ചാൽ அப்போஸ்தலன் என்றால் ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. தேவனால் அனுப்பப்பட்டவன். ഒരു പ്രത്യേക ദൗത്യത്തിനുണ്ട് ദൈവത്താൽ ஒரு അയക്കപ്പെട്ടവൻ. குறிப்பிட்ட ஒரு நோக்கத்துக்கு உத்தரவாதமாய் அனுப்பப்பட்டவன். ദൈവസഭയുടെ അപ്പോസ്തലൻ, ഒന്നാമത്തെ അപ്പോസ്തലൻ യേശുക്രിസ്തുവാണ്. தேவனுடைய சபையில் முதல் அப்போஸ்தலன் இயேசு கிறிஸ்து. എബ്രായ ലേഖനം 3-1 വാക്യത്തിലേക്ക് വരുമ്പോൾ, எபிரேயருக்கு எழுதின 3-ാം அதிகாரம் 1-ാം വചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയാണ്, பரிசுத்த பவுல் சொல்லுகிறார், നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനായ യേശു, நாம் அறிக்கை பண்ணுகிற அப்போஸ்தலராய் இருக்கிற இயேசு. യേശു എങ്ങനെ അപ്പോസ്തലനായി തീർന്നു? எப்படி அவர் அப்போஸ்தலனாய் மாறினார்? യേശു ഇപ്രകാരം പറഞ്ഞു, இயேசு சொன்னார், എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. என்னுடைய பிதா என்னை அனுப்பினது போல நான் உங்களை அனுப்புகிறேன். എന്റെ പിതാവ് എന്നെ അയച്ചതാണ്, பிதா என்னை அனுப்பினார், അതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതെപ്പോലെ നാനും ഉങ്ങളെ കുറുനരികൾക്ക് കുഴിയോ, കുറുനരികൾക്ക് കുഴിയോ, നരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട്, ആകാശത്തെ പറവയിൽ കൂടുകളുമുണ്ട്. മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഇടമില്ല, മനുഷ്യകുമാരനോ തല സായ്ക്ക് ഇടമില്ല. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാ എന്നെ അനുപ്പിനതുപോലെ ഞാൻ ഉങ്ങളെ അനുപ്പുகிறேன். യേശു അപ്പോസ്തലൻ, യേശു ഒരു അപ്പോസ്തലൻ. യേശുവിനാൽ അയക്കപ്പെട്ടവരാകുന്ന അപ്പോസ്തലന്മാർ, இந்த இயேசுவால் அனுப்பப்பட்டவர்களே அப்போஸ்தலர்கள். ഈ അപ്പോസ്തലന്മാർക്ക് ചില യോഗ്യതകളുണ്ട്. இந்த அப்போஸ்தலருக்கு சில தகுதிகளும். ഒന്നാമത് അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ, முதலாவது அப்போஸ்தலன் என்றால் അവർ സകലവും വിട്ടവരായിരിക്കും. அவர்கள் எல்லாவற்றையும் விட்டவர்களாய் இருக்க வேண்டும். മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം மத்தேயு சுவிசேஷம் 19-ാം அதிகாரம் 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 27-ാം വചനത്തിലേക്ക് വരുമ്പോൾ, ദൈവസഭയുടെ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് தேவனுடைய சபையில் அப்போஸ்தலனாയ பேதுரு
യേശുവിന്റെ അടുക്കൽ ചെന്നൊരു ചോദ്യം ചോദിക്കും. இயேசுவிடத்தில் போய் ஒரு கேள்வி கேட்கிறார். പത്രോസ് ഒരിക്കൽ മീൻ പിടിച്ച് ജീവിച്ച ഒരാളാണ്. பேதுரு ஒரு காலத்திலே மீன் பிடித்து ஜீவித்தவன். വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ வலை சரி பண்ணி கொண்டிருக்கும் നസ്രയനായ യേശു ആ വഴിത്താരയിലൂടെ കടന്നു. நசரேயனாகிய இயேசு அந்த வழியிலே சென்றார். യേശു പത്രോസിനെ നോക്കി വിളിച്ചു. இயேசு பேதுருவை பார்த்து அழைத்தார். പത്രോസ് നീ എന്റെ പിന്നാലെ വാ. பேதுரு எனக்கு பின்னாலே வா. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവൻ. நான் உன்னை மனிதரை பிடிக்கிறவளாக்குவேன். ആ ശബ്ദം കേട്ടപ്പോൾ அந்த சத்தம் கேட்டபோது പത്രോസ് എല്ലാം വിട്ടു. பேதுரு எல்லாவற்றையும் തന്റെ விட்டார். ജോലി വിട്ടു, வேலையை விட்டார், തന്റെ പടക് വിട്ടു, படகை விட்டார், തന്റെ ബന്ധങ്ങൾ വിട്ടു, தன்னுடைய சொந்தங்களை விட்டார். കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിച്ചു. கர்த்தருக்கு பின்னாலே சென்றார். ഒരിക്കൽ കർത്താവ് ഒരുത്തനെ വിളിച്ചു. ஒருமுறை இன்னொருவனை அழைத்தார். നീ എന്റെ പിന്നാലെ വാ. நீ எனக்கு பின்னே வா. അവൻ പറഞ്ഞു, அவன் சொன்னான், എന്റെ അപ്പന് കൂടിക്കിടക്ക, அப்பனுக்கு மிக சுகமில்லாமல் இருக்கிறார். എപ്പോഴാ മരിക്കുന്നതെന്ന് അറിയത്തില്ല. எப்பொழுது உயிர் போகும் தெரியாது. അപ്പന്റെ അടക്കം കഴിഞ്ഞിട്ട് വന്നാ പോരെ. அவர் அடக்க முடிந்து வரட்டுமா? കർത്താവ് വിളിച്ചു. இயேசு சொன்னார், മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടും. மரித்தவர்கள் அடக்கம் பண்ணட்டும். നീ എന്റെ പിന്നാലെ വാ. நீ எனக்கு பின்னே வா. അവന്റെ പിന്നാലെ വരുവാൻ വിളിച്ചു. அவர் பின்னாக வரும்படி സകലതും அழைத்தார். വിട്ട് അവനെ പിൻഗമിക്കുക. எல்லாவற்றையும் விட்டு பின்பற்றினார். പത്രോസ് യേശുവിനോട് ചോദിക്കണം, பேதுரு இயேசுவை பார்த்து சொல்லுகிறார், കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിൻഗമിച്ചു. ஆண்டவரே, நாங்கள் எல்லாவற்றையும் விட்டு உம்மை பின்பற்றினோமே, ഞങ്ങൾക്ക് എന്ത് കിട്ടും? எங்களுக்கு என்ன கிடைக்கும்? ഇതാണ് അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര. இதுதான் அப்போஸ்தலனுடைய முகமுத்திரை. ലോകത്തിലുള്ള സകലത്തെയും വിട്ടവനെ പിൻഗമിക്കുന്നവരാവണം. உலகத்தில் இருக்கிற எல்லாவற்றையும் விட்டு அவரை பின்பற்ற வேண்டும். മർക്കോസിന്റെ സുവിശേഷം 10:29 വാക്യത്തിലേക്ക് വരുമ്പോൾ அப்போஸ்தலர் நடவடிக்கைகள் 10:29 യേശു ഇപ്രകാരം പറഞ്ഞു, இயேசு விதம் சொன்னார், എന്റെ നിമിത്തവും என் நிமித்தமா, സുവിശേഷ നിമിത്തവും சுவிசேஷ நிமித்தமா, വീടോ வீடையும் നിലങ്ങളെയോ நிலங்களையும் സഹോദരന്മാരെയോ சகோதரரையும் സഹോദരിമാരെയോ സഹോദരികളെയും അപ്പനെയോ തകപ്പനെയും അമ്മയെയോ തായെയും വിട്ടുകഴിഞ്ഞാൽ விட்டுவிட்டால் ഈ ലോകത്തിൽ തന്നെ இந்த உலகத்திலே ഉപദ്രവങ്ങൾ സഹിക്കേണ്ട വന്നാൽ உபத்திரவங்களை சகிக்க வேண்டி வந்தாலும் 100 മടങ്ങ് വീടുകളോ 100 മടങ്ങ് വീടുകളും 100 മടങ്ങ് മാതാപിതാക്കളെയും 100 മടങ്ങ് തായ് തകപ്പനെയും സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് തരാം. സഹോദര സഹോദരി ഞാൻ உங்களுக்கு തരുகிறேன். ഈ ശബ്ദം ഞങ്ങൾ കേട്ടപ്പോൾ இந்த சத்தம் நாங்கள் கேட்டபோது ഞങ്ങൾക്കുള്ളതൊക്കെയും വിട്ടു. நாங்கள் எங்களுக்குள்ள எல்லாவற்றையும் விட்டோம். ഞങ്ങൾ ജനിച്ചു വളർന്ന വീട് വിട്ടു. நாங்கள் பிறந்து வளர்ந்த வீட்டை விட்டோம். ഞങ്ങളുടെ മാതാപിതാക്കളെ വിട്ടു. தாய் தகப்பனை விட்டோம். ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വിട്ടു. சகோதர சகோதரிகளை விட்டோம். ഞങ്ങളുടെ ജഡബന്ധങ്ങളെ വിട്ടു. மாம்ச சொந்தங்களை விட்டோம். കർത്താവിന്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. கர்த்தருக்கு பின்பாக இறங்கி புறப்பட்டோம். ഞങ്ങൾക്ക് നിന്ദകളും ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. உலகத்தில் நிந்தைகள் அவமானங்கள் எங்களுக்கு இருக்கிறது. ഞങ്ങളെ താഴ്ത്തി സംസാരിക്കുന്നവരുണ്ട്. எங்களை அவமானப்படுத்தி பேசுகிறவர்கள் உண்டு. അത് ഞങ്ങളുടെ ഓഹരിയാണ്. அது எங்களுடைய பங்கு. പക്ഷെ വിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമില്ല. ஆனால் விட்டபடினால் ஒரு நஷ்டமும் இல்லை. ഞങ്ങൾക്ക് ലോകത്തിൽ ആയിരക്കണക്കിന് വീടുകളുണ്ട്. எங்களுக்கு உலகத்தில் ஆயிரக்கணக்கான வீடுகள் உண்டு. നമ്മൾ ഒരു വീടേ വിട്ടിട്ടുള്ളൂ. ஒரு വീட்டை தான் വിட்டோம். എവിടെ ചെന്നാലും ഞങ്ങൾക്ക് വീട്. எங்க போனாலும் வீடுണ്ട്. നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾക്ക് വീടുണ്ട്. നെയ്യാറ്റിൻകരയിൽ വീടുണ്ട്. വെങ്കഞ്ഞിയിലും വീടുണ്ട്. വെങ്കഞ്ചിയിലും இருக்கிறது. പൊടിയൂരും വീടുണ്ട്. പൊലിയൂരിലും ഉണ്ട്. തിരുവനന്തപുരം സിറ്റി വലിയൊരു വീട് ഞങ്ങൾക്ക്. തിരുവനന്തപുരം സിറ്റിയിലെ പെരിയ വീട്. കേരളം മുഴുവനും ഞങ്ങൾക്ക് വീടുകളുണ്ട്. കേരളം മുഴുവനും വീടുണ്ട്. ഇന്ത്യ മുഴുവനും വീടുണ്ട്. ഇന്ത്യ മുഴുവനും വീടുണ്ട്. ശ്രീലങ്കയിൽ ചെന്നാലും ഞങ്ങൾക്ക് വീടുണ്ട്. ശ്രീലങ്കാവുക്ക് പോനാലും വീടുണ്ട്. അമേരിക്കയിൽ ചെന്നാലും വീടുകളുണ്ട്. അമേരിക്കാവുക്ക് പോനാലും വീടുണ്ട്. ഏത് ഭാഗത്ത് ചെന്നാലും വീടുകളുണ്ട്. ഉലകത്തിൽ എന്തേ മൂല മുടുക്കൊക്കെ പോനാലും വീടുണ്ട്. ഞങ്ങളുടെ സ്വന്തമല്ല. ഇതെല്ലാം എங்களுக்கு സ്വന്തമല്ല. ഞങ്ങൾക്ക് അതിൽ താമസിക്കാം. എங்களுக்கு തങ്ങലാം. ഞങ്ങൾ ഒരു മാതാപിതാക്കളെ വിട്ടു. ഞങ്ങൾ ഒരു തായ് തകപ്പനെ വിട്ടോ. ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ നേസിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കായി ജപിക്കും. നൂറുകണക്കിന് മാതാപിതാക്കൾ, നൂറ്റുകണക്കാണ് തായ് നൂറുകണക്കിന് സഹോദരങ്ങൾ, നൂറ്റുകണക്കാണ് സഹോദര സഹോദരികൾ. എങ്ങനെ ഞങ്ങൾക്ക് ഇത് ലഭിച്ചു? എങ്ങനെ ഞങ്ങൾക്ക് எப்படி எங்களுக்கு கிடைத்தது? ഞങ്ങൾ സകലതും വിട്ട് കർത്താവിനെ எல்லாவற்றையும் விட்டு ஆண்டவரை பின்பற்றினபடி. അതാണ് അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. அதுதான் அப்போஸ்தலனுடைய முகமுദ്ര என்று சொல்லுகிறது. രണ്ടാമത് അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ, இரண்டாவது அப்போஸ்தலன் என்று சொல்லும் பொழுது അവർ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായിരിക്കണം. தேவனுடைய ராஜ்யத்து நிமித்தம் அன்னகர்களாயிருக்க வேண்டும். കർത്താവ് യേശുക്രിസ്തു സ്ഥാപിച്ചു പറയുമ്പോൾ, இயேசு கிறிஸ்துவை உறுதிப்படுத்தி சொல்லும்போது ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടാ പറയുന്നത്. ஒரு பிராக்கெட் இட்டு சொல்லுகிறது. ബ്രാക്കറ്റിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞു, அந்த பிராக்கெட்டிന്റെ ഒരു പകുതിയിലെ ഞാൻ ഒരുപാട് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അനേക കാര്യം சொல்லியிருக்கிறேன். ഇനി പറയാൻ പോകുന്ന കാര്യം, ഇനി சொல்லப்போகிற കാര്യം, വരം ലഭിച്ചവരല്ലാതെ ആരും ഗ്രഹിക്കാൻ പോകുന്നില്ല. വരം பெற்றவர்கள் அல்லாமல் யாரும் ஏற்றுக்கொள்ள மாட்டார்கள். ആർക്കാണ് വരം ലഭിച്ചത്? யாருக்கு വരം கிடைத்தது? അപ്പോസ്തലന്മാർക്ക് വരം ലഭിച്ചിട്ടുണ്ട്. அப்போஸ்தலருக்கு தான் அந்த வரம் உண்டு. വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. வரம் பெற்றவர்கள் அல்லாமல் வேறொருவர் ஏற்றுக்கொள்வதில்லை. എന്താണ് കാര്യമെന്നറിയാമോ? என்ன விஷயம் தெரியுமா? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ தாயின் வயிற்றிலிருந்து தானே ഷണ്ണന്മാരായി ലോകത്തിൽ ജനിച്ചവരുണ്ട്.
அன்னகர்களால் உலகத்தில் பிறந்தவர்கள் உண்டு. മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാരുണ്ട്. மனிதரால் அன்னகர்கள் ஆக்கப்பட்டவர்களும் உண்டு. എന്നാൽ ദൈവരാജ്യ നിമിത്തം ஆனால் தேவனுடைய ராஜ்யத்தின் நிமித்தம் സ്വയം ഷണ്ണത്വം സ്വീകരിച്ചവരുമുണ്ട്. தங்களை அன்னர்களாய் மாற்றிக் கொண்டவர்கள் உண்டு. ബ്രാക്കറ്റ് ക്ലോസ്. அந்த பிராக்கெட் மூடப்பட்டிருக்கு. എന്താ അവിടെ എഴുതി വെച്ചെന്നറിയാം? என்ன எழுதப்பட்டிருக்கிறது? ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കാൻ. ஏற்றுக்கொள்ள மனதுள்ளவன் ஏற்றுக்கொள்ளட்டும். വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? வெளிப்படுத்தின വിശേഷം 2-ാം അധ്യായത്തിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. காதுள்ளவன் கேட்க கடவன். ചെവി എല്ലാവർക്കും ഉണ്ട്. காது எல்லாம் இருக்கு. ചെവിയുള്ള എല്ലാവരും കേൾക്കാൻ എഴുതിയിരിക്കുന്നു. காது இருக்கிற எல்லாரும் கேட்கும்படி தான் சொல்லப்படுகிறது. ഇവിടെ അങ്ങനല്ല പറയുന്നത്. ஆனால் இங்க அப்படி அல்ல. ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ஏற்றுக்கொள்ள கடவன் ஏற்றுக்கொள்ள கடவன். ആർക്കാണ് ഇത് ഗ്രഹിക്കുവാൻ കഴിയുന്നത്? இதை புரிந்து கொள்ள முடியும். ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചവർക്ക്. தேவனுடைய ராஜ்யத்தின் ரகசியங்களை அறியும்படி வரம் பெற்றவர்கள். ഈ വരം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ இந்த வரத்தை நாங்கள் பெற்ற பொழுது സുവിശേഷ നിമിത്തം, சுவிசேஷத்தின் நிமித்தம், ദൈവരാജ്യ നിമിത്തം தேவராஜ்யத்தின் நிமித்தம் ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. நாங்கள் எங்களை அன்னகளாய் மாற்றினோம். വൈവാഹിക ജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് விவாக வாழ்க்கை வேண்டாம் என்று வைத்து യേശുവിന്റെ ക്രൂശ്, യേശുവിന്റെ പിന്നാലെ ക്രൂശും എടുത്ത് പിൻഗമിച്ചു. இயேசுவுக்கு முன்பாய் சிலுவை எடுத்து பின்பற்றினோம். അതാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ அதுதான் வெளிப்படுத்தின விசேஷம் 14:4 வரும்போது കന്യകമാരാകിയ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, அவர் ஸ்திரீகள் அவர்கள் கரைப்படாதவர்கள், അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നു. ஆட்டுக்குட்டியானவர் எங்கே போனாலும் அவரை பின்பற்றுகிறவர்கள். കുഞ്ഞാടിന്റെ പിന്നാലെ ആരാണ് അനുഗമിക്കുന്നത്? ஆட்டுக்குட்டியானவர் பின்பு யார் பின்பற்றுவார்கள்? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, கர்த்தராகிய இயேசு கிறிஸ்து சொன்னார், ഒരുത്തൻ എന്നെ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ஒருவன் என்னை பின்பற்ற விரும்பினால் തന്നെത്താൻ ത്യജിച്ച് தன்னைத்தான் வெறுத்து തന്റെ ക്രൂശും എടുത്തുണ്ട് தன் சிலுவை எடுத்து എന്റെ പിന്നാലെ കടന്നു വരട്ടെ. பின்னாலே வர கடவன். പ്രിയ സഹോദരി സഹോദരന്മാരേ, அருமையான சகோதர சகோதரிகளே, ഞങ്ങൾ ഈ ദൈവിക വെളിപ്പാട് ലഭിച്ചപ്പോൾ எங்களுக்கு இந்த தெய்வீக வெளிப்படுத்தல் கிடைத்தபோது ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീവനെയും കൂടെ പകച്ചു. நாங்கள் எங்கள் சொந்த ஜீவனை வெறுத்து ഞങ്ങൾ ജീവിക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കുന്നു. எங்கள் ஜீவியம் இயேசுவுக்காக வாழ்கிறோம். കഷ്ടതയുടെ ക്രൂശുമെടുത്ത് യേശുവിന്റെ പിന്നാലെ ഞങ്ങൾ ചെല്ലുകയാണ്. பாடுகளின் சிலுவையை சுமந்து இயேசுவை பின்பற்றுகிறோம். ദൈവരാജ്യ നിമിത്തം ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിക്കൊണ്ട്, தேவனுடைய ராஜ்யத்தின் நிமித்தம் எங்களை நாங்களே அன்னகர்களாக்கிக் கொண்டு ക്രൂശുമെടുത്ത് കർത്താവിന്റെ പിന്നാലെ ഞങ്ങൾ ചെല്ലുകയാണ്. சிலுவையை சுமந்து இயேசுவை பின் செல்லுகிறோம். എന്തിനു വേണ്ടി എന്നറിയാമോ? எதற்காக தெரியுமா? ദൈവ സഭയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. தேவனுடைய சபைக்கு ஒரு அஸ்திவாரம் இருக்கிறது. അത് അപ്പോസ്തലന്മാരാകുന്നു. அது அப்போஸ்தலர்கள் தான். അവർ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായിരിക്കണം. அவர்கள் தேவனுடைய ராஜ்யத்தின் நிமித்தமாக அன்னகர்களாய் இருக்க வேண்டும். മൂന്നാമത് അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ, மூன்றாவது அப்போஸ்தலர் என்று சொல்லும் பொழுது അവർ ഈ ലോകത്തിൽ വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കും. உலகத்திலே விசுவாச வாழ்க்கை செய்கிறவர்கள். 2 കൊരിന്ത്യർ 5:7 വാക്യത്തിൽ 2 கொரிந்தியர் 5:7 വിശുദ്ധ പൗലോസ് പറയുന്നു, பரிசுத்த பவுல் சொல்லுகிறார், ആഴ്ചയാലല്ല நாங்கள் கண்டல்ல വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. தரிசித்து நடவாமல் விசுவாசித்து நடக்கிறோம். വിശ്വാസത്താൽ ജീവിക്കും. நீதிமான் விசுவாசத்தில் பிழைப்பான். പ്രിയ മക്കളെ, ഞങ്ങൾക്കായിട്ട് ഒന്നും കരുതിയിട്ടില്ല. பிரியமானவர்களே, எங்களுக்காய் நாங்கள் ஒன்றும் சேர்க்கவில்லை. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അനേകർ പലതും സമ്പാദിക്കുന്നുണ്ട്. சுவிசேஷம் என்கிற பெயரை சொல்லி இறங்கி புறப்பட்டவர்கள் அநேகம் சம்பாதிக்கிறார்கள். വാഹനവും വീടും വസ്തുവും ഒക്കെ സ്വരൂപിക്കുന്നവർ, வாகனம் வீடும் சொத்தும் எல்லாம் சேர்க்கிறார்கள். പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്, ஆனால் தேவனுடைய சமூகத்தில் நின்று கொண்டு ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ இந்த സാധിക്കും. பைபிளை உயர்த்தி பிடித்துக் கொண்டு தைரியமாக எங்களுக்கு சொல்ல முடியும். ഈ സുവിശേഷത്തിന്റെ പേരിൽ 50 പൈസ ഞങ്ങൾ സ്വരൂപിച്ചിട്ടില്ല. இந்த சுவிசேஷம் என்கிறதன் பேரில் 50 பைசங்கள் நாங்கள் சேர்த்து வைக்கவில்லை. അത് മാത്രമല്ല, ഞങ്ങൾക്കുള്ളതും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സുവിശേഷ വേല ചെയ്യുന്നത്. எங்களுக்குள்ளதையும் கூட அங்கே கொடுத்து விட்டு தான் இந்த ஊழியத்தை தொடங்கினோம். അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യുന്ന വേലയാണ് ഈ വേല എന്ന് പറഞ്ഞിരിക്കുന്നത്. அங்கே தங்களுக்குள்ளதை கொடுத்து செய்கிற ஊழியம் தான் இந்த ஊழியம். ഞങ്ങളുടെ പിതാവിന്റെ അവകാശത്തിൽ നിന്ന് ഓഹരി ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്നു. எங்களுடைய தகப்பனுடைய சொத்தில் எங்களுக்கு ஒரு பங்கு கிடைக்கும். അതും കൂടെ കൊണ്ടുവന്ന് സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ ചിലവഴിച്ചു. அதையும் கொண்டு வந்து ஊழியத்துக்காய் செலவு செய்தோம். ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ ജീവിക്കും. உலகத்தில் ஒன்றுமில்லாதவர்களாய் வாழ்கிறோம். ഇന്ന് ഈ നെയ്യാറ്റിൻകര പട്ടണത്തിന്റെ വിരുമാറിൽ നിന്നുകൊണ്ട്, இந்த நெய்யாற்றின்கிற பட்டணத்தின் நடுவில் நின்று கொண்டு ധൈര്യമായി ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും, தைரியத்தோடு எங்களால் சொல்ல முடியும், ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ, இந்த இந்திய பாரத தேசத்திலே കാലുകുത്തി നിൽക്കുവാൻ 1 സെന്റ് ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ല. கால் ஊன்றி நிற்கும்படி 1 சென்ட் பூமி எங்களுக்கு சொந்தமாக இல்லை. ഇന്ത്യയിലെ ഒരു ബാങ്കിൽ 50 രൂപ ഞങ്ങൾക്ക് നിക്ഷേപമില്ല. இந்தியாவில் எந்த பேங்கிலும் 50 ரூபாய் எங்களுடைய பெயரில் சேமிப்பு இல்லை. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ஏனென்றால் ഞങ്ങൾ
വിശ്വാസത്താൽ ജീവിക്കുന്നു. நாங்கள் விசுவாசத்தில் வாழ்கிறோம். എന്തിനു വേണ്ടിയാണത്? எதற்காக? അതാണ് അപ്പോസ്തോലികത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. அதுதான் அப்போஸ்தலருடைய தகுதி இல்லாவிட்டால் முகமுத்திரை. സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിക്കും. എനിക്ക് ഒരു കേൾവി വരും. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം നയിക്കുക? ஏன் இப்படி ஒரு வாழ்க்கை? ഓ ജഡബന്ധങ്ങൾ വിട്ട്, சொந்த ബന്ധങ്ങളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, தாய் தகப்பனை വിട്ട്, ജനിച്ചു വളർന്ന നാടും വീടും വിട്ട്, பிறந்ததான் നാട്ടെയും വീട്ടെയും വിട്ട്, ലോകത്തിന്റെ വൈവാഹിക കുടുംബജീവിതങ്ങൾ വിട്ട്, உலக வாழ்க்கையாக விவாக வாழ்க்கையை விட்டு, ലോകത്തിൽ സമ്പത്തുകളെല്ലാം ത്യജിച്ച്, உலகத்தின் சொத்து சுகங்களை எல்லாம் வெறுத்து, എന്തിനു വേണ്ടി ഇങ്ങനെ ജീവിക്കും? ஏன் இப்படி ஒரு வாழ்க்கை வாழ வேண்டும்? ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം. எங்களுக்கு ஒரு உத்தரவாதம் உண்டு. ഞങ്ങളെ പിൻഗമിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. எங்களை பின்பற்றுகிற ஆயிரக்கணக்கான ஜனமுண்டு. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളുണ്ട്. தேவன் எங்களிடத்தில் ஒப்புவித்த ஆடுகள் உண்டு. അവരെ ഞങ്ങൾക്ക് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. அவர்களை எங்களுக்கு ஆண்டவருடைய சமூகத்தில் கொண்டு போக வேண்டும். ലേഖനം 1:28 വാക്യത്തിലേക്ക് വരും. കൊലോസ്യർ 1:28 വചനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, പരിശുദ്ധ പൗൽ சொல்லுகிறார், അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, அவரை நாங்கள் அறிவிப்பதினால் ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നു, எந்த மனுஷனை கிறிஸ்து இயேசுவில் தேறினவனாய் நிறுத்தும்படி, ഞങ്ങളെ പിൻഗമിക്കുന്ന ജനത്തെ, எங்களை பின்பற்றுகிற ஜனத்தை ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ, கிறிஸ்துவுக்குள் தேறினவர்களாய் நிறுத்த வேண்டுமானால், ഞങ്ങൾ ഈ ലോകക്കാരായി ജീവിച്ചാൽ സാധിക്കും. நாங்கள் இந்த உலகத்துக்குரியவர்களாய் ஜீவித்தால் முடியாது. ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം അനുഭവിച്ചാൽ ഞങ്ങൾക്ക് കഴിയത്തില്ല. இந்த உலகத்தின் சுகங்களை அனுபவித்தால் அது சாத்தியமல்ல. ഞങ്ങൾ ഈ ലോകത്തെ ത്യജിച്ചിട്ട്, நாங்கள் உலகத்தை வெறுத்து, ലോക സുഖങ്ങളെ ത്യജിച്ചിട്ട്, உலக சுகங்களை வெறுத்து, ജഡിക സുഖങ്ങളെ ത്യജിച്ചിട്ട്, இந்த மாംச ബന്ധങ്ങളെ വെറുത്ത്, പാപത്തിന്റെ സുഖങ്ങളെ ത്യജിച്ചിട്ട്, പാപ സുഖങ്ങളെ വെറുത്ത്, ഞങ്ങൾ കർത്താവിനെ പിൻഗമിക്കുന്നതിന്റെ കാരണം, നാം കർത്തരെ പിൻപറ്റുന്നതിന് കാരണം, ഞങ്ങളുടെ ജനത്തെ ദൈവസ്ഥൽ കൊണ്ടുചെന്ന് നിർത്തണോ, എങ്ങളെ ജനത്തെ കർത്തർക്ക് മുൻപായി നിർത്ത வேண்டும். കർത്താവിന്റെ വരവിന് വേണ്ടി അവരെ പൂർണ്ണപ്പെടുത്തണോ, കർത്തരുടെ വരിക്കായവരെ പൂർണ്ണപ്പെടുത്ത வேண்டும். അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. அதற்காகத்தான் இந்த ஊழியம் செய்கிறோம். അതാണ് അപ്പോസ്തോലികത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. இதைத்தான் அப்போஸ்தலத்துவம் என்று சொல்லுகிறோம். ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, தேவனுடைய சபையின் அஸ்திவாரம் என்று சொல்வது അപ്പോസ്തലന്മാരാണ്. அப்போஸ்தலர்கள். പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, அருமையான சகோதர സമയം சகோதரிகளே, അവസാനിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കും. நேரம் முடிந்தபடி நாள் இந்த செய்தியை നാളെ முடிக்கிறேன். രാത്രിയുടെ ബാക്കി ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് கர்த்தருடைய வருகை தாமதமானால் நாள் സംബന്ധിക്കുന്നുണ്ടായി. கிறிஸ்தவ சபையில் ஆராதனை கூடிக்கொண்டிருக்கலாம். പക്ഷെ ഒരു ചോദ്യം എന്നോട് ചോദിക്കും, ஆனாலும் ஒரு கேள்வி கேட்கிறேன். ക്രിസ്തുവിന്റെ സത്യസഭയിൽ നീ അംഗമായി கிறிஸ்துவின் തീർന്നിട്ടുണ്ടോ? உண்மையான சபையில் நீ அங்க வகிக்கிறாயா? യേശു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയിലാണോ നീ ആയിരിക്കുക? இயேசு கிறிஸ்து சுய ரத்தத்தினால் சம்பாதித்த சபையில் நீ அங்க வகிக்கிறாயா? യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ മൂലക്കല്ലായി തീർന്നിട്ടുണ്ടോ? இயேசு கிறிஸ்து ஜீவியத்தின் மூளைக்கல்லாய் மாறி இருக்கிறாரா? അപ്പോസ്തലന്മാരാലാണോ നീ നടത്തപ്പെടുന്നത്? அப்போஸ்தலரால் நீ நடத்தப்படுகிறாயா? ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, ஒரு நிமிடம் கண்களை மூடுங்கள். ഒരു നിമിഷം ജീവിതത്തെ ആഴമായി ശോധന ஒரு നോക്കുക. நிமிடம் ஆழமான ஒரு பரிசோதனை പ്രിയ நடக்கட்டும். സഹോദരി സഹോദരന്മാരെ, அருமையான சகோதர சகோதரிகளே, ഇന്നെന്ന പോലൊരു ദിവസം இதை போல ஒரு நாள் നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കും. கர்த்தருடைய நாள் வரும். കർത്താവ് എന്തിനു വേണ്ടിയാണ് കടന്നു വരുന്നത്? கர்த்தர் எதற்காய் வருகிறார்? പൂർണ്ണപ്പെട്ട ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ, பூர்ணமாக்கப்பட்ட ஒரு கூட்டத்தை ഈ சேர்க்கும்படி, ലോകത്തെ പാപത്തെ കൂടാതെ ജീവിച്ച ജനത്തെ ചേർക്കുവാൻ, இந்த உலகத்திலே பாவம் இல்லாமல் ஜீவிக்கிற ஜனத்தை சேர்க்கும்படி, വിശുദ്ധിയോടെ ജീവിച്ച ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ, பரிசுத்தமாய் ஜீவித்த ஒரு கூட்ட ஜனத்தை சேர்க்கும்படி, അറയും കളങ്കവും ഇല്ലാത്ത ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ காரையும் திரையும் இல்லாத ஒரு கூட்ட ஜனங்களை சேர்க்கும்படி യേശു കടന്നു വരും. இயேசு சீக்கிரம் வருவார். അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, அவருடைய வருகையில் எடுத்துக்கொள்ளப்படும்படி നീ സത്യസഭയിലേക്ക് കടന്നു വരും. நீ உண்மையான சபைக்கு கடந்து வா. അപ്പോസ്തല ഉപദേശത്തിലേക്ക് കടന്നു വരും. அப்போஸ்தல உபதேசத்துக்கு வருவாயாக. യേശു ക്രിസ്തു വന്ന മൂലക്കല്ലിൽ മേൽ പണിയപ്പെടും. இயேசு கிறிஸ்துவின் மூலைக்கல்லில் கட்டப்படுவாயாக. ഒരു നിമിഷം ജീവിതത്തെ സമർപ്പിക്കാം. ஒரு நிமிடம் ஜீவித்தை ஒப்பு கொடுப்போம். സ്നേഹവാന യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. அன்பான இயேசு நம்முடைய மத்தியில் வந்திருக்கிறார். അവൻ തന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ കാത്തിരിക്കുകയാണ്. அவர் தம்முடைய வருகைக்காக ஆயத்தப்பட காத்துக் கொண்டிருக்கிறார். അത്ഭുതങ്ങൾ